അവസാനം റസൂലുള്ളാഹി ഒട്ടകത്തിന്റെ കയറ് വിട്ടു, ആ ഒട്ടകത്തെ വിട്ടേക്കൂ, അതെവിടെ മുട്ട കുത്തണമെന്ന് പടച്ചവന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി. കുട്ടികൾ പാട്ട് പാടിയാണ്. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതൊരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടാണ് മദീനക്കാർ ഈ പാട്ടൊരുക്കി വെച്ചത്? ഞാൻ വളരെ താഴ്മയോടെ കേരളത്തിലെ മറ്റു അവാന്തര സംഘടനകളോട് താഴ്മയിൽ ചോദിക്കും, എന്താണ് ഇതിന് കാര്യം? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചോദിക്കും? പാട്ടുപാടി എതിരേറ്റു ഹബീബായ നബിയെ. പാട്ട് തന്നെയാണ് മുസ്തഫ നബിയെ പറ്റി പറയുന്ന പാട്ടായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആവേശം. ഖന്തക്കിന്റെ കിടങ്ങ കയറിയപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നവർ മുഹമ്മദ് നബിയെ പറ്റി പാട്ടുപാടിയിട്ട് ആക്കളച്ചിരുന്നത്. കിടക്കുന്ന ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടായിട്ടില്ല. 3 ദിവസത്തോളം ഒന്നും ഭക്ഷണം കഴിക്കാത്തവരുണ്ടായി. പിന്നെ എങ്ങനെ അവർ കളച്ചു? മുസ്തഫ നബിയെ പറ്റിയുള്ള മഹത്വപ്പെട്ട പാട്ടുപാടിയ ആവേശം. ബാബു ഫദ്ലിൽ മുഹാജിരീന വൽ അൻസാർ എന്ന അധ്യായം സ്വഹീഹുൽ ബുഖാരി തുടങ്ങുന്നിടത്ത് മുഹാജിരീങ്ങൾ അൻസാരികളെ പ്രത്യേകത ആദ്യം പറയുന്നത് അവർ ഖന്തക്കിൽ പാട്ടുപാടിയിരുന്നു. തീരുമാനമുണ്ടായി, നാളെ അങ്ങനെ പാട്ട് പാടണം. ഹബീബിനെ പറ്റി പാട്ട് പാടുക, ആവേശപ്പെടുക, അതൊക്കെ മുസ്തഫ നബിയുടെ മഹബത്തിൽപ്പെട്ടതല്ലേ? ഹബീബിനോടുള്ള ശുക്റല്ലേ? ഹബീബിനെ പറ്റി ഹബീബ് കയറി വരുമ്പോൾ ഹബീബിന് അല്ലാഹു തന്നതിൽ ഹബീബിനെ മദഹ് ചെയ്ത് എതിരേക്കൽ ശുക്റാണ്. ശുക്ർ വാജിബാണ്. അതാണ് വജബ ശുക്റു അലൈനാ, വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. യാത്രയിൽ പുണ്യനബിയോടുകൂടെ പോകുമ്പോൾ, യാത്ര പോകുമ്പോഴും ആ യാത്രയിലും അവർ ഭക്ഷണം വളരെ കുഴങ്ങിയിട്ടുണ്ടാവും. പിന്നെ ആവേശം എന്താ? പാട്ടുപാടും. ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യും. ചിലർക്ക് ഒട്ടകവും ഉണ്ടാവില്ല, നടക്കുകയായിരിക്കും. വളരെ വേദനിക്കുന്ന യാത്രകളിൽ കൂർത്ത കല്ലുകളിലൂടെ താഴ്വരകളും മലപ്പുറങ്ങളും വെളിമ്പുറങ്ങളും മരുഭൂമിയും ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് നീണ്ടു കിടക്കുന്ന മരുഭൂമികളിലൂടെ യാത്ര പോകുന്ന പുണ്യനബിയോട് കൂടെയുള്ള സംഘങ്ങൾ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോക സമാധാനത്തിന് വേണ്ടിയും ഇസ്ലാമിക ഭുജവാഹക സംഘമായി യാത്ര ചെയ്യുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചെയ്തിരുന്നത് ഹബീബിനെ കുറിച്ചുള്ള മനോഹരമായ ഉന്നതമായ മദായിഹിന്റെ ഗാനങ്ങളാണ്. പാട്ടുകളാണ്. പലപ്പോഴും ഒരാൾ എണീറ്റ് പാട്ടം കൊടുത്തോ അതിന്റെ താളം നിബദ്ധതയിൽ യാത്ര ചെയ്യും. പലപ്പോഴും പാടിയുന്നത് ഹസ്സാന റളിയല്ലാഹു അൻഹു. وأجمل منك لم ترى عيني وأحسن منك لم تلد النساء إن أبي ووالدتي وعرضي بعرض محمد منكم وقاء. ഹബീബിനെ പറ്റിയുള്ള പാട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി, ഈ കഴിഞ്ഞ തലമുറയിൽ മുസ്ലിം ലോകം എണീക്കുന്നത് മുസ്തഫ നബിയെ കുറിച്ചുള്ള മദഹ്. ഇത് വേണ്ട, ഇത് പാടില്ല, ഇത് തെറ്റാണ്. ഇത് റബീഉൽ അവ്വലിൽ പാടില്ല എന്നാണ് ഞങ്ങൾ അഭിപ്രായം. ആയിക്കോട്ടെ, എന്നാ റബീഉൽ അവ്വലിൽ വേണ്ട. എന്നാ റബീഉൽ ആഖിറിൽ നിങ്ങൾ നടത്താറുണ്ടോ? വേണ്ട. ജമാഅത്തുൽ അവ്വലിൽ നടത്താറുണ്ടോ? അല്ല. മുസ്തഫ നബിയെ കുറിച്ചുള്ള മദഹ് ഗീതങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സംഘടന അംഗീകരിച്ച് മദഹ് പാട്ടുണ്ടോ? അല്ല. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിനെ പട്ടിയാക്കുന്നത്? ലോക ചരിത്രത്തിൽ സ്വഹാബികൾ മുതൽ ഇന്ന് വരെ എല്ലാവരുടെയും ആവേശം ഹബീബിനെ കുറിച്ചുള്ള മദഹ് ഗാനം. എന്നും ഹബീബിനെ കുറിച്ച്, പിന്നെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ അഹ്ലുൽ ബൈത്ത് ജീവിച്ചാലും പാട്ടുപാടും, മരിച്ചാലും महाशया पन्निलाओ पे सईद पीएम से मृदियाई
മനസ്കരെ വിരഹം മാറ്റും അനന്ത ദുഃഖം പാവനമായി. ഇതൊരു മനോഹരമായ പാട്ടാണ്. ആ പാട്ടിൻ്റെ ചതുരമായ ഓർമ്മയിൽ എത്ര പതിറ്റാണ്ടുകൾ മലബാറിൽ പോയി. അല്ല, എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ആത്മസമൃദ്ധി തൃപ്തിയുള്ള ഗാനങ്ങളിലൊന്നാണ്. ഞങ്ങളുടെ തലമുറ ആ പാട്ട് കേട്ട് ആവേശം കൊണ്ടാണ് ഈ സത്യപ്രസ്ഥാനത്തിന് വേണ്ടി എടുത്തുചാടിയത്. ഇനി ഞാൻ തിരിച്ചു പറയട്ടെ, മതസംഘടനകൾ എന്താ ചെയ്തത്? നിങ്ങൾ പറയും ഹബീബിനെ പറ്റും, ഹബീബിന്റെ പിന്നാൻ പറ്റും, ആരെ പറ്റും? അന്ന് മുതൽ തുടങ്ങിയ പാട്ടല്ലേ കേരളത്തിൽ സമസ്ത സുന്നത്യമായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ആൾക്കങ്ങനെ ചെയ്യാം. നിങ്ങൾ തുടങ്ങുന്ന പാട്ട് എന്തൊരു ബഹുമാനപ്പെട്ട മൗലദ് നബിയില, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി സയ്യിദ് റഹ്മാൻ മഹാന്മാരെ പറ്റിയുള്ള പാട്ടുകൾ. ആ പാട്ടുകൾ കഴിഞ്ഞ ചരിത്രത്തിൽ വളരെ മനോഹരമായിരുന്നില്ലേ ആ പാട്ടുകൾ? ആ പാട്ടിന്റെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ഞങ്ങളെപ്പോഴത്തെ തലമുറക്ക് ഈ ഇസ്ലാമിക ആവേശത്തിലേക്ക് ചാടാനുള്ള അടിസ്ഥാനക്കാരാണ് ഈ ഗാനങ്ങൾ. അത് മുസ്തഫ നബിയുടെ കാലത്തിലാണ്. അവരെ പറ്റി അദ്ദേഹം പറയും, ഏതൊരു വിഷയമുണ്ടായാലും അവരോട് ധരിപ്പിക്കും. എന്തുണ്ടായാലും അവരോട് പോയി പറയും. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. വെള്ളം കുറഞ്ഞാൽ അവരോട് പോയി പറയും, മഴ കുറഞ്ഞാൽ അവരോട് പോയി എന്തും കുത്തുമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബിനോട് പോയി പറഞ്ഞത്, എല്ലാം തകർന്നു പോയി. ഒട്ടകങ്ങൾ വീണു, കുട്ടികൾ വീണു, ഭക്ഷണമില്ല, വെള്ളമില്ല, മഴ പെയ്യും. മിമ്പറിൽ നിന്നുകൊണ്ട് പുണ്യനബി വിരൽ ചൂണ്ടിയ ആകാശത്തേക്ക് നാല് ഭാഗത്തു നിന്നും ഇങ്ങനെ ഒന്നായിട്ട് വന്നു. അവിടെ മഴ പെയ്യുകയും ചെയ്തു. ഒരാഴ്ച മദീനയിൽ നിൽക്കാതെ മഴ പെയ്യും, നിലക്കാത്ത മഴ. വെയിലും കൊണ്ട് ചുമാക്ക് കൊണ്ടിരുന്നവർ മഴ കൊണ്ടുപോയി. പിന്നെ മഴ തീർന്നതല്ല, തുള്ളി മുറിയാത്ത മഴ. മഴ കൊണ്ട് ആളുകൾ കുഴങ്ങി. പിറ്റേത്തെ ആഴ്ച റസൂലുള്ളാഹി സുത്തമതി കൊണ്ടിരിക്കുമ്പോൾ അതേ ആളോ വേറൊരാളോ എന്ന് സെക്രട്ടറിയുണ്ട്. ഒന്ന് നബിയോട് പറഞ്ഞു, നബിയേ ഇങ്ങനെ പോയാല് ആ ഒട്ടകയും വീടുകളൊക്കെ ഒന്നായിട്ട് പൊളിഞ്ഞു ചാടും നബിയെ, എല്ലാം പൊളിഞ്ഞു വീഴാനായിട്ടുണ്ട് നബിയെ, എങ്ങനെയെങ്കിലും മഴ ഒന്ന് നിന്ന് കിട്ടണം, ഇനി മഴ വേണ്ട. അപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു, അല്ലാഹുമ്മ ലാ അലൈനാ വൽ ഹവാലൈന, നീ ഇങ്ങോട്ട് വേണ്ട, കുറച്ച് അപ്പുറത്ത് പുറത്തൊക്കെ പെയ്തോട്ടെ എന്നുള്ളത്. അപ്പോൾ മഴ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കും, ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ പറയും. അത് പിന്നീട് അങ്ങനെയാണ് ബാപ്പക്ക് തങ്ങളോട് പറഞ്ഞിരുന്നു, പൂക്കാറ്റങ്ങളോട് പറഞ്ഞിരുന്നു, മഴ ഇല്ല, എന്താ ചെയ്യാ? അപ്പൊ അവര് കൂട്ടിയിട്ട് ദുആ ചെയ്യും, പരിഹാരം ഉണ്ടാവും. എത്ര ഉണ്ടായിരുന്നു? വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ജാബിർ പറയുന്നു, എന്റെ പാപ്പ അബ്ദുള്ള എന്നവർ മരിച്ചുപോയി. മരിച്ചപ്പോൾ നാടാകെ കടമുണ്ട്. 2 പെൺമക്കളുണ്ട് ബാപ്പാക്ക്, എന്റെ സഹോദരിമാർ. അവരെ നോക്കണമെന്ന് പറഞ്ഞു കടം വീട്ടണമെന്ന് പറഞ്ഞ ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തിന് ഈത്തപ്പഴം അറുത്തെടുക്കാനുള്ള സമയമായി. ഈത്തപ്പഴം അറുത്തെടുക്കാനുള്ള സമയമായ പിന്നെ കടക്കാർക്ക് കൊടുത്തു വീട്ടണം. കാരണം ആകെ കടക്കാർക്ക് കടം വീട്ടാനുള്ള ഒരു സമയമാണത്. എനിക്ക് ഞങ്ങളെ വീട്ടുപറമ്പിൽ കുറഞ്ഞ ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. അത് അറുത്തെടുക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. കാരണം അറുത്തെടുത്താൽ കുഴങ്ങും. എന്തുകൊണ്ട്? ഇത് അനവധി തവണ ഇങ്ങനെ ഈത്തപ്പഴം കായ്ച്ചു കൊടുത്ത് അതിലെ പണം മുഴുവനും കൊടുത്ത് തീർത്താലും തീരാത്ത കടം ബാപ്പ കൊടുക്കാനുണ്ട്. വിലയില് തൽക്കാലം കടക്കാരോട് ബാപ്പ മരിച്ചത് കൊണ്ട് കടക്കാരെ ആ കൊല്ലം പ്രത്യേകിച്ച് വരികയും ചെയ്യും. ജാബിറെ, ബാപ്പ പൈസ തരാനുണ്ട്, ബാപ്പ ഇത്ര ദൃഹം തരാനുണ്ട് എന്ന്